ബന്ധങ്ങളൊക്കെ ഒരുപാട് വളർന്നു. ഇപ്പൊ ഒരു ഗോളിനപ്പുറത്ത് അല്ലു അർജുൻ, മറ്റൊരു ഗോളിനപ്പുറത്ത് രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഈ ഒരു വളർച്ച അതെ ഈ ഒരു വളർച്ചയെ സ്വയം വിലയിരുത്തുന്നത് മറുപടി പറഞ്ഞ ഒരു ഗോളിനപ്പുറത്ത് അല്ലു അർജുൻ ഈ ഒരു സ്വയം വളർച്ചയെ ഒരു ഇത്രയും വലിയൊരു വളർച്ചയായല്ലോ. ഇതിനെ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ നോക്കി കാണുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ അതെ. പക്ഷേ അല്ലു അർജുന്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ജോസഫ് ഉണ്ടാവും. അത് വിളിച്ചിട്ടില്ല. ആ ഫംഗ്ഷന്റെ ഫോട്ടോ കാണുമ്പോ നമ്മള് ചേട്ടന്റെ ബർത്ത്ഡേക്കാണ് ഇവരൊക്കെ വന്നതെന്ന് തോന്നിപ്പോ. അത്രയും അങ്ങനത്തെ ഒരു ബന്ധം. ഈ അല്ലു അർജുൻ രജനീകാന്ത് ഈ പേരുകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ബേസിൽ ചേട്ടനെ കാണുന്നതിന്റെ പിന്നിലെ സത്യം എന്താണ്? അതല്ലേ ഇറക്കി വിടാൻ പറ്റുമോ? അവര് വലിയ വലിയ ആൾക്കാരല്ലേ. ഒരുത്തൻ കേരളത്തിൽ നിന്ന് വിമാനവും വിളിച്ച് വന്ന് അവിടെ വരെ വന്ന് ഇത്ര കഷ്ടപ്പെട്ടൊക്കെ വരുമ്പോ അവർക്കും ആരാധി ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫുഡ് കഴിക്കാൻ വന്നതാണ്. അവിടെ കല്യാണത്തിന് വേണ്ടി പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാരാണ്. ഗേൾ പാർട്ടി സാർ, ഗേൾ പാർട്ടി. വലിയ നടികർ കേരളത്തിലിരുന്ന് നടികർ ഗേൾ പാർട്ടി. ഓക്കെ, എല്ലാവരും ഓരോരുത്തരെ ഉത്തരം പറയണം. അതിരടി നിങ്ങളുടെ ഫിൽമോഗ്രഫിയിൽ എന്ത് രീതിയിലായിരിക്കും വർക്കാവുന്നത്? എന്താണ് നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾ? ഇപ്പോൾ ഒരു നായക നടനായിട്ട് പ്ലേസ് ആവുന്നതാണോ, അതോ ആക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറോ ആയി പ്ലേസ് ആവുന്നതാണോ? എങ്ങനെ ആസ് എ പെർഫോമർ എന്ത് രീതിയിൽ പ്ലേസ് ആവുന്നതാണോ? ഓരോരുത്തരായി പറഞ്ഞാൽ ഇവിടെ തുടങ്ങാം. പറയൂ, ആഫ്റ്റർ അതിരടി എങ്ങനെയായിരിക്കും ലൈഫിന്റെ ഒരു പിടുത്തവുമില്ല, അതാണ് സത്യം. ആക്ച്വലി എന്ന് വെച്ചാല് ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇത് അന്യോന്യം പറയുന്നതായിരിക്കും അപ്പന പറയണേക്കാളും നല്ലത്. ഷാനിക്കയുടെ ഷാനിക്കയുടേത് നിങ്ങൾ പറ. ആരെ കുറിച്ച് പറയണം നിങ്ങൾ പറ. നിങ്ങള് പടം കണ്ടായിരുന്നോ എല്ലാവരും? ഇതിലേക്ക് എല്ലാവരും ഒക്കെ കണ്ടതായിരുന്നു. ഓക്കെ, അപ്പൊ വിഷ്ണു ചേട്ടൻ പറയും, ഷാൻ ചേട്ടന്റെ മാറ്റം എന്തായിരിക്കും ആഫ്റ്റർ അതിരടി? ആഫ്റ്റർ അതിരടി ഒന്നും പറയാനില്ല, ഒന്നും തുടങ്ങിക്കോളൂ. ഞാൻ ശരിക്കും ഷാനിക്കയുടെ പാർട്ട് നമ്മുടെ അതിരടിയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര റൈഡ് കിട്ടി. എനിക്ക് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഐ മീൻ, ഞാൻ പറയാ കൂടെ വർക്ക് ചെയ്യുന്നുള്ള കോൺസെപ്റ്റിലല്ലാതെ ഒരു പ്രേക്ഷകനായിട്ടിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി. ഷാനിക്കയുടെ ഹ്യൂമർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളി. ഇനി നമുക്ക് ബേസിലായിട്ടുണ്ട് ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ ചേട്ടനോട് ചോദിക്കാം. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ സീനുകളൊക്കെ ഡബിങ്ങിന്റെ സമയത്തും അല്ലാതെയായിട്ട് ഞാൻ അഭിനയിക്കാത്ത ഇവരുള്ള സീനുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഇതൊരു ഫുൾ പാക്കേജാണ്. ഫുൾ പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ, റൊമാൻസ്, ഇമോഷൻ, ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഫെസ്റ്റീവ് പടം ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്ന ഇവൻ അത്യാവശ്യം താളബോധമുള്ള ഒരാളാണ്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം വരുന്ന സമയത്ത് ആസ് എൻ ആക്ടറും പിന്നെ ഒരു ആസ് എ ബാങ്കബിൾ ആക്ടറും ഫുൾ പാക്കേജ് ആണ്, ആസ് എ പെർഫോമറും ഒക്കെ അവന് ഗുണം ചെയ്യുന്ന ഒരു സാധനമായിട്ട് വരാനാണ് സാധ്യത. ഞാൻ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇവന്റെ സീനുകളെല്ലാം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആസ് എൻ ആക്ടറും. പിന്നെന്താ വെച്ചാൽ ഇങ്ങനൊരു പടം ഷോൾഡർ ചെയ്യാന്ന് പറയുന്നത്, പടത്തിൽ ഞങ്ങളൊക്കെ കുറേശ്ശേ ഉള്ളൂ, മൊത്തം പടം ഷോൾഡർ ചെയ്യണത് ഇവരാണ്. അത് വളരെ അടിപൊളിയല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവാനൊക്കെ നല്ലതായിരിക്കും. അതെ, അത് പറഞ്ഞപ്പോഴാ ബേസിലായിട്ട് ഡാൻസർ മാത്രം നന്നായിട്ട് പാട്ട് പാടും. അത് ഇന്നാ ഞാൻ അറിഞ്ഞത്. ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടു. രണ്ടുപേരി നന്നായി പാട്ട് പാടുന്നവരാണോ? ഞാൻ പാട്ട് പാടുന്ന പറഞ്ഞിട്ട് ഇതിലെ പാട്ട് പാടാന്നാ. പിന്നെ അത് നിങ്ങൾ കേട്ടില്ലേ?
ജെൻസി വേർഡ്സ് ഓക്കെ ആ പാട്ടിറങ്ങി ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ഓക്കെ അപ്പൊ ഇരിക്കുമ്പോ പാട്ട് കാണാൻ പറ്റില്ല. 6 മണിക്ക് ഇറങ്ങിയതാണ്. കൊണ്ട് നിറച്ചേ ഖനിയടി ഞാൻ തിരിച്ചെടുക്കട്ടില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ 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 നെക്സ്റ്റ്. ഒരു ഫുൾ പാക്കേജ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. പാടിക്കോട്ടെ അങ്ങനെ പാക്കേജ് പറയണ്ട. പാട് പാട് പാട്. ചിരി കൊണ്ട് നിറച്ചേ ഉറച്ചേ മനസ്സിൽ ഉറച്ചൊരു ഖനിയടിയാനുരാഗം ആഗ്രഹമില്ലായിരുന്നു പാടാൻ. നമ്മളൊക്കെ പറഞ്ഞപ്പോഴേക്കും പാട്ട് പാടാ അതൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പാട്ട് പാടുന്ന ആർട്സ് അല്ലേ? ഈ കഴിവില്ലാത്ത കൂട്ടുകാരെ കോൺഫിഡൻസ് കൊടുത്ത് ഒരു ലെവലിലേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ആരോപണം നേരിടാറുണ്ടോ? അതിലിപ്പോ ചെയ്ത് ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി റിയ ഷിബുവിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട്. റിയ ഡെലുലു എന്നുള്ളൊരു ആ ഒരു പരിപാടിക്ക് ശേഷം അതിനിടയിൽ സ്വാതി ആർ കൃഷ്ണ എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ ഭയങ്കര വെറൈറ്റി പരിപാടിയായിരിക്കും. എനിക്ക് കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു റിയ ആയിട്ട്. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. റിയയുടെ ഡെലുലുവിന് ശേഷം ഒരു സ്വാതി ആർ കൃഷ്ണ സ്വാതി എന്നുള്ളൊരു പരിപാടിയിലോട്ട് കയറട്ടെ എന്നൊരു വിശ്വാസം. എല്ലാ പടവും കഴിയുമ്പോ ആ പടത്തിന്റെ കഥാപാത്രമായിട്ട് അറിയാം. പെർഫോമൻസിനെ പറ്റി ശരിക്കും ആക്ച്വലി എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ബിക്കോസ് ഫസ്റ്റില് തന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ പെട്ടെന്ന് വൈബായി. ആൻഡ് നല്ല കോമഡി അങ്ങ് ജെൻസി അങ്ങനെ വൈബ് മാച്ച്. അങ്ങനെ ജെൻസി വൈബ് അങ്ങനെയല്ല. ജെൻസി എന്നൊക്കെ പറഞ്ഞ കളി തോറ്റു പോകും. ആൻഡ് എനിക്ക് ഷെൽവിന്റെ അല്ലാത്ത സീൻസ് തന്നെ കണ്ടപ്പോൾ എനിക്ക് കോമഡി വർക്ക് മോസ്റ്റ്ലി കോമഡിയാണ് ഷെൽവിൻ തന്നെ ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് തന്നെ അത് വർക്കായി. ആൻഡ് നമ്മളുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഒരുപാട് ഫണ്ണായിരുന്നു. ആൻഡ് ഭയങ്കര നമ്മൾ രണ്ടുപേരും ഹൈപ്പറാണ്. സോ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഹൈപ്പർ ആവുന്നുണ്ട്, കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആൻഡ് ഫണ്ണായിരുന്നു. സോ എനിക്ക് ഷെൽവിൻ നല്ല പേര് വരും തോന്നുന്നു ആഫ്റ്റർ അതിരടി. ഷെൽവിൻ റീൽസ് ഒക്കെ കാണാറുണ്ടായിരുന്നോ? ആളൊരു അത് കഴിഞ്ഞിട്ടാണ്. വിഷ്ണുദാസയുടെ പെർഫോമൻസിനെ പറ്റി. വിഷ്ണുവിന്റെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. സാധാരണ കൊലയാളി, ചതിയൻ, ഗുണ്ട, ഇതില് ഭയങ്കര പാവത്താനായിട്ടുള്ള ഒരു മനുഷ്യൻ. നല്ലൊരു അതിരുടെ ഇമോഷൻ ഫുൾ ഇരിക്കണത് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല ഇമോഷണൽ ട്രാക്കുകളുണ്ട്. പക്ഷെ ഇതിനകത്തുള്ളൊരു മേജർ ഇമോഷൻ ട്രാക്ക് ആണ് അദ്ദേഹത്തിൻ്റെ.